അനാട്ടമി ആൻഡ് ഫിസിയോളജി തന്നെയാണ് പഠിക്കുന്നത്. അടുത്തത് 3 സ്റ്റെപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് യൂറിനാർ. അപ്പോൾ യൂറിൻ ഫോർമേഷൻ്റെ 3 സ്റ്റെപ്പ് ഏതൊക്കെയാണ്? ആദ്യം ഫിൽട്ടർ ചെയ്യും, പിന്നെ ബാക്കിയുള്ളത് റീഅബ്സോർബ് ചെയ്യും, പിന്നെ സെക്രീറ്റ് ചെയ്യുന്നു. 3 സ്റ്റെപ്സ്. അടുത്ത് ദി നോർമൽ അഡൽട്ട് ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു അഡൽട്ടായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ നോർമലായിട്ടുള്ള ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ GFR അല്ലെങ്കിൽ ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത് 125 ml/minute ആണ്. ഒരു മിനിറ്റിൽ 125 ml ഫ്ലൂയിഡ് ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ ഉണ്ടാവണം. അതാണ് നോർമലായിട്ടുള്ള ഒരു അഡൽട്ടിൻ്റെ അപ്രോക്സിമേറ്റ് GFR. അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോവിങ് സബ്സ്റ്റൻസ് നോട്ട് ഫിൽറ്റേഡ് ബൈ ബോമാൻസ് ക്യാപ്സ്യൂൾ. ബോമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ക്യാപ്പ് പോലെ കിഡ്നിയിലെ ഭാഗമാണ്. അപ്പം അവിടെ നോട്ട് ഫിൽറ്റേഡ് ബോമാൻസ് ക്യാപ്സ്യൂളിൽ ഫിൽറ്റർ ചെയ്യാത്ത വസ്തു ഏതെന്നാണ് ചോദിക്കുന്നത്. ക്ലോറൈഡ് ഉണ്ട്, സോഡിയം, വാട്ടറും സോഡിയത്തിൻ്റെയും ക്ലോറൈഡിൻ്റെയും റീഅബ്സോർപ്ഷൻ നടക്കുക, എന്നാൽ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നില്ല. അടുത്ത് വൺ ഓഫ് ദ എഫക്റ്റ് ഓഫ് റെനിൻ ആൻജിയോസിനിൻ സിസ്റ്റം സ്റ്റിമുലേറ്റ് റിലീസ് അൽഡോസ്റ്റിറോണാണ് ഇത് റിമൂവ് ചെയ്യുന്നത്. അടുത്ത് ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ ബിഗിൻസ് ആസ് എ ബ്ലഡ് എൻറ്റേഴ്സ് ടു ദ ഗ്ലോമെറുലസ് അണ്ടർ ഹൈ പ്രഷർ. അപ്പം എപ്പോഴാണ് ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ ബിഗിൻസ് ആസ് ബ്ലഡ് എൻറ്റേഴ്സ് ഗ്ലോമെറുലാർ അണ്ടർ ഹൈ പ്രഷർ കോൾഡ്. അപ്പോൾ ഒരു പ്രഷർ ഉണ്ടാകുമ്പോഴാണ് ഗ്ലോമെറുലാർ കാപ്പിലറീസിൽ നിന്ന് ഇത് ഫിൽട്ടർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ പ്രഷറിൻ്റെ പേരാണ് ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ, ഗ്ലോമെറുലാർ കാപ്പിലറി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. അപ്പോൾ കാപ്പിലറീസ് പ്രയോഗിക്കുന്ന പ്രഷറാണ് അത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് എ ഫങ്ഷൻ ഓഫ് പാരാതൈറോയിഡ് ഹോർമോൺ. പാരാതൈറോയിഡ് ഹോർമോണിൻ്റെ ഫങ്ഷൻ അല്ലാത്ത ഏതെന്നാണ് ചോദിക്കുന്നത്. ഡിക്രീസ് റീഅബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ഫ്രം ഇൻറ്റസ്റ്റൈൻ. കുറയ്ക്കുന്നു റീഅബ്സോർപ്ഷൻ ഓഫ് കാൽസ്യത്തിൻ്റെ റീഅബ്സോർപ്ഷൻ കുറയ്ക്കുന്നു. എവിടെ നിന്ന്? ഫ്രം ഇൻറ്റസ്റ്റൈനിൽ നിന്ന് കാൽസ്യത്തിൻ്റെ റീഅബ്സോർപ്ഷൻ കുറയ്ക്കുന്നു. അത് തെറ്റാണ്. അത് അതിൻ്റെ ഫങ്ഷൻ അല്ല. സ്റ്റിമുലേറ്റ് ആക്ടിവേഷൻ ഓഫ് വിറ്റാമിൻ ഡിയെ ആക്ടിവേറ്റ് ചെയ്യുന്നു. പിന്നെ ഇൻക്രീസ് റീഅബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ഫ്രം ദ ബോണിൽ നിന്ന് വീണ്ടും അബ്സോർബ് ചെയ്യുന്നു. ഇവിടെ പാരതൈറോയ്ഡ് ഹോർമോൺ എന്ന് പറയുന്നത് ബോണിൽ നിന്ന് കാൽസ്യം ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ ഡിക്രീസ് റീഅബ്സോർപ്ഷൻ ഓഫ് ഫോസ്ഫേറ്റ് ബൈ ട്യൂബിൾസിൽ നിന്നുള്ള ഫോസ്ഫേറ്റിൻ്റെ റീഅബ്സോർപ്ഷൻ കുറയ്ക്കുന്നത്. ഇതൊക്കെയാണ് പാരതൈറോയ്ഡ് ഹോർമോണിൻ്റെ ഫങ്ഷൻ. ഇതിൽ ചോദിക്കുന്ന ഫങ്ഷൻ അല്ലാത്തതാണ് ചോദിക്കുന്നത്. അപ്പോൾ കാൽസ്യത്തിൻ്റെ റീഅബ്സോർപ്ഷൻ കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. അടുത്ത് ദി പാർട്ട് ഓഫ് നെഫ്രോൺ വേർ മൂവ്സ് ദ ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റീഅബ്സോർഡേഴ്സ്. എവിടെയാണ് നെഫ്രോണിൻ്റെ ഏത് ഭാഗത്താണ് ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത്? പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബുകളിലാണ്. അപ്പോൾ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബുകളുണ്ട്, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബുകളുണ്ട്. അപ്പോൾ പ്രോക്സിമലാണ് ഏറ്റവും